മരം വീണത് ജീവനക്കാരൻ താഴേക്ക് വീണെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടത്തിൽ തകർന്ന 7 വൈദ്യുതി പോസ്റ്റുകളും പുനഃസ്ഥാപിച്ചു. ഗവർണർ രാജേന്ദ്ര അർലേക്കറുമായുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടിക്കാഴ്ച പൂർത്തിയായി. രാജ്ഭവനിൽ നടന്ന കൂടിക്കാഴ്ച 1 മണിക്കൂറോളം നീണ്ടു. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ഏറെ വിവാദങ്ങൾക്കൊടുവിലാണ് ഗവർണറും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച പൂർത്തിയായത്. വിശദാംശങ്ങൾ. ഗവർണറും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൗഹാർദ്ദപരമായ ഒരു കൂടിക്കാഴ്ച എന്ന് മാത്രമാണ് പുറത്തേക്ക് വന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഗവർണർ മുഖ്യമന്ത്രിക്കായി ഒരു ചെറിയ ചായ സൽക്കാരവും ഒരുക്കിയിരുന്നു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സംസ്ഥാനത്ത് യൂണിവേഴ്സിറ്റി തലത്തിലും ഒപ്പം വിദ്യാഭ്യാസ മേഖലയിലുമൊക്കെ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട വിവരവും പുറത്തേക്ക് വരുന്നുണ്ട്. അതിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. ഒപ്പം നിയമസഭ പാസാക്കിയ 2 ബില്ലുകൾ ഇപ്പോഴും ഗവർണറുടെ പരിഗണനയിലാണ്. പ്രത്യേകിച്ചും സ്വാശ്രയ യൂണിവേഴ്സിറ്റികളും സ്വകാര്യ യൂണിവേഴ്സിറ്റികളുടെ ബില്ലും ഒപ്പം ഈ ചാൻസലറുടെ പരിധി അല്ലെങ്കിൽ അധികാര പരിധി വെട്ടിക്കുറയ്ക്കുന്ന സർവകലാശാലയുമായി ബന്ധപ്പെട്ട ബില്ലും, ഈ 2 ബില്ലുകളും ഗവർണറുടെ മുമ്പിലാണുള്ളത്. അത് ഇതുവരെയായും പരിഗണിച്ചിട്ടില്ല, ഒപ്പുവെക്കുകയോ തള്ളുകയോ ചെയ്തിട്ടില്ല. അതുകൂടാതെ തന്നെ സർവകലാശാല വൈസ് ചാൻസലർമാരുടെ നിയമനമായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലെ 14 സർവകലാശാലകളിൽ 13ഇടത്തും താൽക്കാലിക ചുമതല വഹിക്കുന്ന വൈസ് ചാൻസലർമാരാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഒരു നിർദ്ദേശമുണ്ടായി. സാങ്കേതിക സർവകലാശാലയുടെ കാര്യത്തിലും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിലുമാണ് ആ തീരുമാനം വന്നിരുന്നത്. അതായത് നിലവിൽ കഴിഞ്ഞ ഗവർണർ നിയമിച്ച 2 വൈസ് ചാൻസലർമാരെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും ഗവൺമെന്റിന്റെ ലിസ്റ്റിൽ നിന്ന് വൈസ് ചാൻസലർമാരെ നിയമിക്കണം എന്നും ഒരു ഉത്തരവ് ഇറങ്ങിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സാങ്കേതിക സർവകലാശാലയിലേക്കും ഒപ്പം ഡിജിറ്റൽ സർവകലാശാലയിലേക്കും ഓരോ പാനൽ തയ്യാറാക്കി സർക്കാർ അന്ന് തന്നെ അടുത്ത ദിവസം തന്നെ സമർപ്പിച്ചിരുന്നു. എന്നാൽ അതിൽ ഇതുവരെയായും ചാൻസലർ കൂടിയായ ഗവർണർ ഒപ്പുവെച്ചിട്ടില്ല. അത് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ സർവകലാശാലയുടെ ഭരണവുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള പ്രതിസന്ധിക്ക് വഴിവെക്കും. അത്തരം പ്രതിസന്ധികൾ ചർച്ച ചെയ്ത് പൂർത്തിയാക്കാൻ തന്നെയായിരുന്നു മുഖ്യമന്ത്രിയും ഗവർണറുമായുള്ള കൂടിക്കാഴ്ച എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം കേരള സർവകലാശാലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വൈസ് ചാൻസലറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ വീട്ടിൽ വെച്ചായിരുന്നു ആ കൂടിക്കാഴ്ച. അതിനുശേഷമാണ് മുഖ്യമന്ത്രി ഗവർണർ കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുങ്ങിയത്. എന്തായാലും സർവകലാശാലയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, സാങ്കേതികമായി നിലനിൽക്കുന്ന പരാതികൾ, ഇവയൊക്കെ തന്നെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ രാജ്ഭവനും പങ്കുവയ്ക്കുന്നുണ്ട്. ഒപ്പം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട്. ശരി. ഗവർണർ രാജേന്ദ്ര അർലേക്കറുമായുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടിക്കാഴ്ച പൂർത്തിയായി. രാജ്ഭവനിൽ നടന്ന കൂടിക്കാഴ്ച 1 മണിക്കൂറോളം നീണ്ടു. നിലവിൽ ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിച്ചതെന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുന്നില്ല. വിശദാംശങ്ങൾ നൽകിയത് ഡി ബിനോയിയാണ്. ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് റിട്ടയേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ രാജ്ഭവന് മുന്നിൽ ഉപവാസ സത്യാഗ്രഹം നടത്തി.